inline checker, occasional theory, volume 15. Occasional theory ക്ലാസ്സിൻ്റെ വോളിയം 15ാമത്തെ ക്ലാസ്സാണ്. ഇതോടുകൂടി ഈ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. ടീം വർക്ക് അറ്റ് വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്തുള്ള ടീം വർക്ക്. Teamwork is the art of collaborating with others effectively. ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് സഹകരിച്ച് പോകുന്നതിനാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. People have different working styles. Interpret and adapt to this and ensuring that you work well with others together. ഓരോ ആൾക്കാർക്കും പ്രത്യേകം ജോലി ചെയ്യുന്ന രീതി ഉണ്ടാവും. ഇത് മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് പോകുന്ന വഴി നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് നന്നായി ജോലി ചെയ്യാൻ സാധിക്കും. Many organizations value teamwork, creating teams of employees to complete tasks, projects and work assignments. പല ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളും ടീം വർക്കിന് വിലമതിക്കുന്നവരാണ്. അങ്ങനെ തൊഴിലാളികളുടെ ഒരു ടീം അല്ലെങ്കിൽ ജോലിക്കാരുടെ ഒരു ടീമിനെ വെച്ചിട്ടാണ് അവർ ഓരോ ടാസ്ക് അല്ലെങ്കിൽ ജോലിയും പ്രോജക്റ്റുകളും അസൈൻമെൻറ്റുകളും പൂർത്തീകരിക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ടീം വർക്ക്. ടീം വർക്കിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ. ടീം വർക്ക് ക്രിയേറ്റ്സ് എ ഹാർമോണിയസ് വർക്ക് പ്ലേസ് എൻവിറോൺമെൻറ്റ്. വളരെ സ്വരച്ചേർച്ചയുള്ള ഒരു ജോലി ചെയ്യുന്നവർ തമ്മിലുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പരിസ്ഥിതി ജോലി സ്ഥലത്തുണ്ടാക്കുന്നു. മോർ എഫക്റ്റീവ് വർക്ക് എൻവിറോൺമെൻറ്റ്. കൂടുതൽ ഫലപ്രദമായ ഒരു അന്തരീക്ഷം ജോലി സ്ഥലത്ത് സൃഷ്ടിക്കുന്നു. ടീം വർക്ക് ആക്ടിവിറ്റീസ് along with other aspects of work environment contribute to the success of not only of the employees but also to the entire organization. ജോലി സ്ഥലത്ത് ടീം വർക്ക് ആക്ടിവിറ്റീസ് നിലവിൽ വരുമ്പോൾ അത് തൊഴിലാളികളുടെ വിജയത്തിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മൊത്തം വിജയത്തിനും കാരണമാകും. സപ്പോർട്ട് ടു സൂപ്പർവൈസർ അറ്റ് വർക്ക് പ്ലേസ്. ഒരു ഇൻലൈൻ ചെക്കർ ജോലി സ്ഥലത്തുള്ള സൂപ്പർവൈസർക്ക് കൊടുക്കേണ്ട പിന്തുണ. 1. ട്രസ്റ്റ്. വിശ്വസിക്കാവുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന രീതിയിലുള്ള പെരുമാറ്റം.
communicating the issues or updating the supervisor. ജോലി സ്ഥലത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലിയുടെ പുരോഗതിയോ സൂപ്പർവൈസറെ അറിയിക്കുക. അത് വാമൊഴി വഴിയോ അല്ലെങ്കിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ മീറ്റിംഗ് യോഗങ്ങൾ വഴിയോ ചെയ്യാവുന്നതാണ്. യൂസ് ടെക്നോളജി ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുക. അറ്റൻഡ് ടു ട്രെയിനിങ് സെഷൻസ്. പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുക. ആക്ട് അക്കോർഡിംഗ് ടു ദ ഫീഡ്ബാക്ക്. സൂപ്പർവൈസർ കൊടുക്കുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണം അനുസരിച്ച് പ്രവർത്തിക്കുക. ബി അക്കൗണ്ടബിൾ ടു വൺസ് ഓൺ റോൾ ഇൻ ദ ഹോൾ പ്രോസസ്. ജോലിയിൽ നമ്മുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർവമായിട്ട് പെരുമാറുക. പെർഫോം ഓൾ റോൾസ് വിത്ത് ഫുൾ റെസ്പോൺസിബിലിറ്റി. പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ ജോലി ചെയ്യുക. ബി എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് നമ്മൾ ഫലപ്രദവും കാര്യക്ഷമവും ആയി ജോലിയെടുക്കുക. സപ്പോർട്ട് ടു സൂപ്പർവൈസർ. സൂപ്പർവൈസർക്കുള്ള പിന്തുണ, തുടർച്ച. Talk politely with other team members and colleagues. മറ്റ് ടീം അംഗങ്ങളോടും സഹപ്രവർത്തകരോടും മര്യാദപൂർവ്വം സംസാരിക്കുക. സബ്മിറ്റ് ഡെയിലി റിപ്പോർട്ട് ഓഫ് ഓൺ പെർഫോമൻസ്. സ്വന്തം ജോലിയുടെ അല്ലെങ്കിൽ പ്രകടനത്തിൻ്റെ അതാത് ദിവസത്തെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. അഡ്ജസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് വർക്ക് സിറ്റുവേഷൻസ്. പല ജോലി സാഹചര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ളതും ക്രമീകരിക്കുക. ഗീവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ടീമിലെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്ക് ശരിയായ പ്രാധാന്യം കൊടുക്കുക. അവോയ്ഡ് കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ്. സംഘർഷം ഒഴിവാക്കുക. ഇംപ്രൂവ് അപ്പോൺ എക്സിസ്റ്റിംഗ് ടെക്നിക്സ് ടു ഇൻക്രീസ് പ്രോസസ് എഫിഷ്യൻസി. നിലവിലുള്ള സാങ്കേതിക കാര്യങ്ങൾ വച്ചിട്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടുക. Understand the importance of goal setting and positive attitude. നമ്മുടെ ജോലിയുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും അതുപോലെ തന്നെ പോസിറ്റീവ് മനോഭാവവും പാലിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. മാനേജ് സ്ട്രെസ് ഇഫക്റ്റീവ്ലി. സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം മാനേജ് ചെയ്യുക. മാനേജ് റിലേഷൻസ് വിത്ത് കൊളീഗ്സ് ആൻഡ് അതേഴ്സ്. ടീമിലെ മറ്റംഗങ്ങളും സഹപ്രവർത്തകരുമായിട്ടുള്ള നല്ല ബന്ധം മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെന്റ്. സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം
മനസ്സിലാക്കുക. Plan and manage work routine based on company procedure. കമ്പനിയിലെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ദിവസേനയുള്ള ജോലിയുടെ മാർഗരേഖ തയ്യാറാക്കുകയും പ്ലാൻ തയ്യാറാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. List the work to be done and schedule them with timings or deadlines. നമ്മൾ ചെയ്യേണ്ട ജോലികളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും അതുപോലെ തന്നെ അവ ചെയ്യേണ്ട അതിന് നേരെ രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് തീർക്കേണ്ട സമയം എഴുതുകയും ചെയ്യുക. ഇങ്ങനെ ഒരു പട്ടികയ്ക്കാണ് സാധാരണഗതിയിൽ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, വർക്ക് റൂട്ടീൻ പ്ലാൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്നും പറയാം. Then carry out the work as per the schedule. തയ്യാറാക്കിയ സമയക്രമം പ്രകാരം ജോലി ചെയ്യുക. Then review the progress and replan. നമ്മൾ ചെയ്ത ജോലിയുടെ പുരോഗതി വിലയിരുത്തുകയും അതനുസരിച്ച് വീണ്ടും ജോലി അല്ലെങ്കിൽ ഷെഡ്യൂൾ പുതുക്കുകയും ചെയ്യുക. നമ്മൾ ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച ജോലി ഒരുപക്ഷെ എത്ര മാത്രം ചെയ്തു, അതായത് കൂടുതൽ ചെയ്തു തീർന്നെങ്കിൽ അതനുസരിച്ച് അടുത്ത ജോലികളിലേക്ക് ഏർപ്പെടാം. തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണിച്ചിട്ട് നമ്മളതെങ്ങനെ തീർക്കും അല്ലെങ്കിൽ വീണ്ടും എപ്പോൾ തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കൊക്കെ പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ ഷെഡ്യൂൾ പുതുക്കുക. അതിനാണ് റിവ്യൂ ദ പ്രോഗ്രസ് ആൻഡ് റീപ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ്: ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ഉണ്ടാക്കി ജോലി ചെയ്ത് റിവ്യൂ ചെയ്ത് വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്ലാനിങ് പ്രൊവൈഡ്സ് എ ഗൈഡ് ഫോർ ആക്ഷൻ. നമ്മൾ ജോലി ചെയ്യുന്നതിന് ഒരു മാർഗരേഖ, ഒരു രേഖയായിട്ട് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഷെഡ്യൂള് മാറുന്നു. പ്ലാൻ ക്യാൻ ഡയറക്റ്റ് എവരിവൺസ് ആക്ഷൻ ടുവേർഡ്സ് ഡിസൈർഡ് ഔട്ട്കംസ്. അതായത് എല്ലാ ജോലിക്കാരുടെയും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെല്ലാം നമുക്ക് കിട്ടേണ്ട ഫലത്തിലേക്ക് നയിക്കപ്പെടുന്നതായിരിക്കും അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ. പ്ലാനിങ് ഇംപ്രൂവ്സ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ ഉപയോഗം മെച്ചപ്പെടുത്തും. അത് മെച്ചപ്പെടുത്തുമെന്ന് ഉദ്ദേശിച്ചത് അത് പാഴ്ചെലവുകൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ കോസ്റ്റ് ചെലവ് കുറയ്ക്കാനും സാധിക്കും. പ്ലാൻ പ്രൊവൈഡ് മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. പ്ലാൻ ഉള്ളപ്പോൾ ജോലി ചെയ്യുന്നതിന് ഒരു പ്രചോദനവും അതുപോലെ തന്നെ ഒരു അർപ്പണ മനോഭാവവും ഉണ്ടാക്കുവാൻ സാധിക്കും. പ്ലാൻ സെറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ഓരോ തൊഴിലാളിയും ചെയ്യേണ്ട ജോലിയുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുവാൻ പ്ലാനിങ് കൊണ്ട് സാധിക്കും. അതായത് ഇത്ര ജോലി ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലാനിങ് അലൗസ് ഫ്ലെക്സിബിലിറ്റി. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഷെഡ്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലെങ്കിൽ നമുക്ക് അല്പം
ജോലിയിൽ വഴക്കം കൊടുക്കുക, അതല്ലെങ്കിൽ എന്താ പറയുക, ഷെഡ്യൂളിൽ മാറ്റം, അപ്രതീക്ഷിതമായ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു. നെക്സ്റ്റ്, പങ്ക്ച്വാലിറ്റി ആൻഡ് അറ്റൻഡൻസ് ഇൻ വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് ഉണ്ടാവേണ്ട കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ അറ്റൻഡൻസും അല്ലെങ്കിൽ ഹാജരും. Regular attendance and punctuality are vital attributes for all employees. It is important for employees to attend work regularly and to arrive at work on time, because failure to do so detrimentally affects employee morale and productivity. കൃത്യമായ ഹാജരും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയും ഒരു തൊഴിലാളിയുടെ ഏറ്റവും സുപ്രധാനമായ യോഗ്യതകളിൽ പെടുന്നവയാണ്. കൃത്യസമയത്ത് ജോലിക്ക് വരികയും അതുപോലെ തന്നെ എല്ലാ ദിവസവും വരികയും ചെയ്യേണ്ടത് ഒരു തൊഴിലാളികളുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അത് എംപ്ലോയിയുടെ ഉൽപാദനക്ഷമതയും മനോവീര്യത്തെയും പ്രതികൂലമായി ബാധിക്കും. Punctuality at workplace is in terms of coming to work on time and meeting the deadlines. Being punctual helps you to establish your reputation as dependable and consistent worker. ജോലി സ്ഥലത്തുള്ള കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ജോലിക്ക് വരുന്നതിന് സമയം പാലിക്കൽ, അതുപോലെ തന്നെ ജോലി സമയം അതിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ജോലി ചെയ്തു തീർക്കുന്നതിനുമാണ് പങ്ക്ച്വാലിറ്റി എന്ന ജോലി സ്ഥലത്ത് നമ്മൾ പറയുന്നത്. അങ്ങനെ പങ്ക്ച്വലായതുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്തുള്ള മതിപ്പുണ്ടാവുകയും അതുപോലെ തന്നെ നല്ല ആശ്രയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ സ്ഥിരതയുള്ള കൃത്യനിഷ്ഠയുള്ള ജോലിക്കാരനാണെന്നുള്ള മതിപ്പും ഉണ്ടാവും. Absenteeism or tardiness that is excessive or unauthorized call for disciplinary action upon to and including termination of employment. ജോലിക്ക് ഹാജരാകാതിരിക്കൽ, അതായത് ആബ്സെന്റിസം, അല്ലെങ്കിൽ ജോലിക്ക് വന്നാൽ ക്ഷീണിതനായി കാണപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അധികമായാൽ അത് അച്ചടക്ക നടപടിക്ക് വിധേയമാകേണ്ടി വന്നേക്കാം. കൂടുതൽ ആബ്സെന്റിസം ഉള്ള തൊഴിലാളികളെ ഒരുപക്ഷെ ജോലിയിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടേക്കാം. അതുകൊണ്ട് ആബ്സെന്റിസം, ടാർഡിനെസ്സും എല്ലാ തൊഴിലാളികളും ഒഴിവാക്കേണ്ടതാണ്. അഥവാ ആബ്സെന്റ് ആവുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ അനുവാദത്തോടു കൂടി ലീവ് എടുത്തിട്ടാകണം. ബെനിഫിറ്റ്സ് ഓഫ് പങ്ക്ച്വാലിറ്റി. നമ്മൾ ജോലി സ്ഥലത്ത് കൃത്യനിഷ്ഠ പാലിക്കുന്നത് കൊണ്ടുള്ള ജോലിക്കാർക്ക് കിട്ടുന്ന ഗുണം എന്തൊക്കെയാണ്?
Being punctual ensures that you get your work done on time. In an interdependent work environment, ensures that the rest of the team does their bit in time too. കൃത്യനിഷ്ഠ പാലിക്കുന്നത് വഴി നമ്മൾ നമ്മുടെ ജോലി സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നെന്ന് ഉറപ്പുവരുത്തുന്നു. കൂടാതെ ഒരു ടീമായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഒരാളുടെ ജോലി മറ്റൊരാളെ ആശ്രയിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുമ്പോൾ മറ്റുള്ളവർക്കും അതനുസരിച്ച് കൃത്യമായി അവരുടെ ജോലിയും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. Second, enhances your team's productivity. നിങ്ങളുടെ മൊത്തം ടീമിൻ്റെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താൻ ഓരോരുത്തരെയും കൃത്യനിഷ്ഠ അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി സഹായിക്കുന്നു. Next, punctuality improves others' perception of you and people start seeing you as matured, serious and committed worker. This can help you to get ahead. കൃത്യനിഷ്ഠയുള്ള തൊഴിലാളികളെ തൊഴിലുടമ അല്ലെങ്കിൽ കമ്പനി പക്വതയുള്ളവരും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഗൗരവമായിട്ട് തങ്ങളുടെ ജോലി ചെയ്യുന്നവരും അർപ്പണ ബോധമുള്ള തൊഴിലാളിയായിട്ടും കണക്കാക്കും. ഇതുവഴി നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ഉയരങ്ങളിലെത്താൻ സാധിക്കും. Thank you.